നമ്മളെല്ലാവരും ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാറുണ്ട്. ഇങ്ങനെയെല്ലാം ചിന്തിക്കാറുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഇതെന്താകും? ശരിയാകുമോ? ഈ ഒരു കാര്യത്തെ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? ഈ ഒരു കാര്യത്തെ പരിഹരിക്കാൻ ഒരു മികച്ച പ്ലാൻ എന്താണ് എന്നെല്ലാം. ഇതിന് ഉത്തരം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഇത് സംഭവിക്കാൻ പോകുന്നില്ല, അത് പരാജയമായിരിക്കും എന്നെല്ലാം നമ്മൾ കരുതും. എന്നാൽ ജീവിതത്തിൽ ചില കാര്യങ്ങളുണ്ട് ദൈവം നമ്മിൽ നിന്നും മറച്ചു വെക്കുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ അതിപ്പോൾ നമ്മെ കാണിച്ചാൽ, നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കിയാൽ വിശ്വസിക്കുക എളുപ്പമായിരിക്കും എന്നതുകൊണ്ടായിരിക്കാം അത്. എന്നാൽ യഥാർത്ഥ ടെസ്റ്റ് വരുന്നത് അതെങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ അറിയാതിരിക്കുമ്പോഴാണ്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ ചിന്ത പറയും, നീ എങ്ങനെ ഈ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകും? അത് നടന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ചിലപ്പോഴൊക്കെ ലോജിക്കലായി ചിന്തിച്ചാൽ അതിന് ഉത്തരം കണ്ടെത്താൻ സാധിച്ചെന്ന് വരില്ല. എത്രയധികം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അത്രയധികം നമ്മൾ നിരാശരായി മാറും. ഇന്ന് ഞാൻ ജോയൽ ഓസ്റ്റീന്റെ ഒരു മനോഹരമായ ടോക്കാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. കാര്യങ്ങൾ എങ്ങനെ നടക്കുമെന്ന് അറിയാത്തപ്പോഴും സമാധാനം കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെയാണ് വിശ്വാസത്തിന്റെ പ്രാധാന്യം കടന്നു വരുന്നത്. ഒരു കാര്യം എന്താകുമെന്ന് അറിയാത്തപ്പോഴും നമ്മൾ കംഫർട്ടബിളായി സ്വസ്ഥരായി ഇരിക്കുന്നതിൽ. നിങ്ങളത് ഫിഗർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, അതിനെ പരിഹരിക്കാൻ ഒരു പ്ലാനുമായി വരുന്നില്ല. എന്താകുമെന്ന് അറിയാതിരിക്കുന്നതിൽ ഓക്കെയായി ഇരിക്കുന്ന അവസ്ഥ. ഹൗ, എങ്ങനെ എന്നതിന് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതില്ല. എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞിരിക്കേണ്ടതുമില്ല. ഒരു ചുവട് വീതം മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കാം. എനിക്കറിയില്ല എന്ന് പറയുന്നത് ഒരു വിശ്വാസക്കുറവായി നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ദൈവം നിങ്ങൾക്കായി പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടുകയും എക്സൈറ്റഡ് ആവുകയും മാത്രമല്ല, അവിടെ എത്താൻ എന്തെല്ലാം അധ്വാനം, മാറ്റങ്ങൾ ആവശ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറാനുള്ള സാധ്യതകളും ഏറെയാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറഞ്ഞേക്കാം, ഞാൻ എവിടെയാണോ അവിടെ തന്നെ നിന്നുകൊള്ളാമെന്ന്. അതുകൊണ്ട് ഒരു കാര്യത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ല, നിങ്ങൾ വളരെ ആകുലരാണ്, ഉറക്കം നഷ്ടപ്പെടുന്നുവെങ്കിൽ അതൊരു തെളിവാണ് നിങ്ങളത് ഇപ്പോൾ അറിയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നതിന്. അവ അറിയാതിരിക്കുന്നതിൽ നിങ്ങൾ സ്വസ്ഥത കണ്ടെത്താൻ ശ്രമിക്കണമെന്നതിൽ. എനിക്കറിയില്ല എൻ്റെ ബിസിനസ് ഈ ഒരു പ്രതിസന്ധി എങ്ങനെ മറികടക്കുമെന്ന്. എനിക്കറിയില്ല എൻ്റെ കുടുംബത്തിൽ എപ്പോൾ സമാധാനമുണ്ടാകുമെന്ന്. എൻ്റെ മകൻ എപ്പോൾ നന്നാകുമെന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ നിരാശനായി ആകുലനായി ജീവിക്കാൻ പോകുന്നില്ല. എനിക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കാത്തപ്പോഴും വഴി കണ്ടെത്താൻ കഴിയാത്തപ്പോഴും ഞാൻ അങ്ങയിൽ വിശ്വാസം അർപ്പിക്കുന്നു. എനിക്കത് എങ്ങനെയെന്ന് അറിയില്ലെങ്കിലും അങ്ങേക്കതറിയാമെന്ന് ഞാൻ തിരിച്ചറിയുന്നുവെന്ന് പറയാൻ നമുക്ക് സാധിക്കണം. സത്യം ഇതാണ്, ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അതിന്റെ പരിഹാരം ദൈവത്തിന്റെ കയ്യിൽ ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് ഒരു കാര്യത്തിനായുള്ള ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയണം അതൊരു ടെസ്റ്റാണെന്ന്. അപ്പോൾ നിരാശരാവുകയും പരാതികൾ പറയുകയും ചെയ്യുന്നതിന് പകരം റൈറ്റ് ടൈമിനായി കാത്തിരിക്കാം. നിങ്ങളുടെ കയ്യിൽ ഉത്തരമില്ല എന്നത് ദൈവത്തിനത് സാധ്യമല്ല എന്ന അർത്ഥമില്ല. നിങ്ങളുടെ അറിവിനെ അപ്പോൾ ആശ്രയിക്കരുത്. തീർച്ചയായും കോമൺ സെൻസും അറിവും ഉപയോഗിക്കണം. എന്നാൽ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നില്ല, നിങ്ങൾ നിരാശരാവുകയാണ്, ആകുലത കൂടി വരുന്നെങ്കിൽ അതൊരു സിഗ്നലാണ്. അതെങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾ അറിയേണ്ടതില്ല എന്നതിന്. കാര്യങ്ങൾ അറിയാതിരിക്കുന്നതിൽ നിങ്ങൾ കംഫർട്ടബിൾ ആകാൻ പഠിച്ചാൽ അത് സ്ട്രെസ്സിനെ വളരെയധികം കുറയ്ക്കുന്നു. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. നമ്മൾ നാച്ചുറൽ ആണെങ്കിൽ ദൈവം സൂപ്പർ നാച്ചുറൽ ആണെന്ന് തിരിച്ചറിയുക. നമുക്ക് കാണാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ദൈവത്തിന് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും സ്വരമുയർന്നേക്കാം, നീ ഇനി എന്തു ചെയ്യും? ചുറ്റുമുള്ളവർ ചോദിക്കും, ഈ ഒരു പ്രശ്നത്തിന് നീ എങ്ങനെ പരിഹാരം കണ്ടെത്തും എന്നെല്ലാം. അപ്പോൾ നമ്മൾ പറയണം, എനിക്കതറിയില്ല, എന്നാൽ അതറിയാവുന്ന ആളെ എനിക്കറിയാമെന്ന്. എല്ലാം നന്മയായി ഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് നന്ദി പറയാൻ പഠിക്കാം. ഓസ്റ്റീൻ തന്റെ ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു വ്യക്തി നിയമപരമായ ഒരു പ്രശ്നത്തിൽപ്പെട്ട് 10 വർഷമായി വിഷമിക്കുകയായിരുന്നു. പല വ്യക്തികളും ഉൾപ്പെട്ടിരുന്ന ഈ ഒരു പ്രതിസന്ധി അയാൾക്കെതിരായാൽ എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരുന്നു അയാൾ. മുഴുവൻ സമയവും
ലീഗൽ ടീമിന്റെ കൂടെ ഇരുന്ന് പ്രശ്നപരിഹാരത്തിന് അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. യാതൊരു സമാധാനവുമില്ല. കുടുംബവുമായി സന്തോഷിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ കഴിയുകയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അയാൾ ദൈവത്തിലേക്ക് തിരിഞ്ഞു. എനിക്കിതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല. എനിക്കിതിന് ഒരു ലോജിക്കലായ ഉത്തരം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ പരിശ്രമം അവസാനിപ്പിക്കുകയാണ്. ഞാൻ ആകുലപ്പെടുന്നത് അവസാനിപ്പിച്ച് അങ്ങയിലേക്ക് ഇവ തിരിച്ചു വെക്കാൻ പോവുകയാണ്. കുറച്ചു മാസങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായി അയാൾക്കൊരു വിവരം ലഭിച്ചു. അയാൾക്കെതിരായിരുന്നവർ കേസ് പിൻവലിച്ചുവെന്ന്. അയാൾ ഇങ്ങനെ നടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അത് അയാളുടെ ഓപ്ഷനിൽ പോലും ഇല്ലാത്ത കാര്യമായിരുന്നു. ഈയൊരു കേസ് ജയിക്കാനാകണേ, അല്ലെങ്കിൽ അധികാരികളുടെ പ്രീതി നേടാൻ കഴിയണേ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത് എന്ന് അയാൾ പറഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ വഴികൾ നമ്മുടേതിനേക്കാൾ മികച്ചതാണ്. നിങ്ങളുടെ മനസ്സിലുള്ളതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് ദൈവം നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നത്. കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്തത് ഒരു ടെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ദൈവം നമുക്കായി എന്ത് ചെയ്യുമെന്നുള്ളത്. ജോൺ കീറ്റ്സിന്റെ ഒരു വാക്യമുണ്ട്: ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ്, ബട്ട് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ. കേൾക്കാത്ത ഇണങ്ങൾ കേട്ട ഇണങ്ങളെക്കാൾ മധുരമുള്ളതാണെന്ന് ഇവിടെ കീറ്റ്സ് പറയുന്നു. ഇതുപോലെ തന്നെ ദൈവം നമുക്കായി പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമുക്കായി പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ എപ്പോഴും മികച്ചതായിരിക്കും. കാത്തിരിപ്പിന് ക്ഷമയും കീഴടങ്ങലും വിശ്വാസവും ആവശ്യമാണ്. അതുണ്ടെങ്കിൽ കൃത്യമായ സമയത്ത് പെർഫെക്റ്റ് ടൈമിൽ നമ്മുടെ പ്രതീക്ഷകളെ മറികടക്കുന്ന വലിയ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും.